ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഏകാത്മത മന്ത്രത്തിനെ കുറിച്ചൊന്ന് പറയാം. ഈശ്വരൻ്റെ ഏകത്വത്തെയും വിവിധ മതങ്ങൾ ഒരേ പരമശക്തിയെയാണ് വിവിധ പേരുകളിൽ വിളിക്കുന്നത് എന്നതിനെയും സൂചിപ്പിക്കുന്ന മന്ത്രമാണ് ഏകാത്മതാ മന്ത്രം. നമുക്ക് മന്ത്രം ഒന്ന് നോക്കാം. യം വൈദികാ മന്ത്രദൃശഃ പുരാണാഃ ഇന്ദ്രം യമം മാതരിശ്വാനമാഹൂഃ വേദാന്തിനോ നിർവചനീയമേകം യം ബ്രഹ്മശബ്ദേന വിനിർദിശന്തി ശൈവായമീശം ശിവ ഇത്യവോചൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി ബുദ്ധസ്തഥാർഹന്നിതി ബൗദ്ധജൈനാഃ സത്ശ്രീ അകാലേതി ച സിഖസന്തഃ ശാസ്തേതി കേചിത് പ്രകൃതികുമാരഃ സ്വാമീതി മാതേതി പിതേതി ഭക്ത്യാ യം പ്രാർത്ഥയന്തേ ജഗദീശിതാരം സ ഏക ഏവ പ്രഭുരദ്വിതീയഃ. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. മന്ത്രദ്രഷ്ടാക്കളായ പണ്ടത്തെ വൈദികന്മാർ ഇന്ദ്രൻ, യമൻ, മാതരിശ്വാൻ എന്നും വേദാന്തികൾ അനിർവചനീയമായ ബ്രഹ്മമെന്നും വിളിക്കുന്നത് ആരെയാണോ, ശൈവന്മാർ ശിവനെന്നും വൈഷ്ണവർ വിഷ്ണുവെന്നും ബൗദ്ധന്മാർ ബുദ്ധനെന്നും ജൈനന്മാർ അർഹനെന്നും സിക്കുകാർ സത്ശ്രീ അകാൽ എന്നും സ്തുതിക്കുന്നത് ആരെയാണോ, ചിലർ ശാസ്താവെന്നും മറ്റു ചിലർ പ്രകൃതി എന്നും ഇനിയും ചിലർ ഭക്തിയോടെ സ്വാമിയെന്നും പിതാവെന്നും മാതാവെന്നും പ്രാർത്ഥിക്കുന്നത് ആരെയാണോ ആ ജഗദീശ്വരൻ ഒന്നു തന്നെയാണ്, രണ്ടാമതൊന്നില്ലാത്ത പരമാത്മാവ് തന്നെയാണ് എന്നർത്ഥം. ഹരി ഓം.